ഐസ്ലാൻഡിലെ ബൊർഗാർനസ് എന്ന കൊച്ചു പട്ടണമാണിത്. അവിടുത്തെ പ്രധാന നിർമ്മിതി ഞങ്ങൾ ഇന്നലെ താമസിച്ച ഈ ഹോട്ടലാണ്, വെസ്റ്റൂർലാൻഡ് ഹോട്ടൽ. രാവിലെ ഞാൻ ആ ഹോട്ടലിന് മുന്നിലേക്കൊന്നിറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷമാണ് ഇറങ്ങിയിരിക്കുന്നത്. വെയിൽ പരന്നിരിക്കുന്നു. മിടുക്കന്മാരായ ആർക്കിടെക്റ്റുകൾ മനോഹരമായി ഡിസൈൻ ചെയ്ത കെട്ടിടങ്ങൾ, ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുമെല്ലാമാണ്. ഒരു സൂപ്പർ മാർക്കറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥാപനങ്ങൾ മാത്രം. തണുപ്പ് സഹിക്കാനാവാതെ ഞാൻ പെട്ടെന്ന് തന്നെ ഹോട്ടലിന്റെ ലോബിയിലേക്ക് കയറി. റൂം കീ എല്ലാം തിരിച്ചു കൊടുത്ത് ചെക്കൗട്ട് ചെയ്തു. അപ്പോഴേക്കും ഗ്രൂപ്പിലെ പലരും ലോബിയിലെത്തിയിട്ടുണ്ട്. വെടിവട്ടവുമായി അവരിയ്ക്കുന്നു. ഇത് അഡ്വക്കേറ്റ് എൽസി ജോർജ് ആണ്, കാസർഗോഡുകാരി. ബസ് വരുന്ന സമയമായപ്പോഴേക്കും ഞങ്ങൾ പുറത്തേക്കിറങ്ങി. പീറ്റർ വണ്ടിയുമായി എത്തി. എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട്. ബസ്സിൽ മിക്കവരും എത്തിയിരിക്കുന്നു. ഇന്ന് ദീർഘമായ യാത്രയാണ്. എല്ലാവരും ഉത്സാഹത്തിലാണ്. 1-2 പേർ കൂടി വരാനുണ്ട്. തൃശൂർക്കാരായ സുഹൃത്തുക്കളാണ് ഈ പിൻസീറ്റ് സ്ഥിരം കൈയടക്കിയിരിക്കുന്നത്. പീറ്റർ ഒരു ആമുഖ പ്രഭാഷണം നടത്തി. ഇവിടെ ചില ഉപചാരവാക്കുകൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെയാണ് വിവരണം. വളരെ സരസമായ കാര്യങ്ങൾ പറയുന്ന ഒരു സംഭാഷണ പ്രിയനാണ് പീറ്റർ. യൂറോപ്പിൽ സാധാരണ ഇത്തരം ഡ്രൈവർമാർ മിണ്ടാതെ ജോലി ചെയ്യുകയുള്ളൂ. യാത്ര ആരംഭിച്ചു. ഇന്ന് വളരെ ദീർഘമായ യാത്രയാണെന്ന് പറഞ്ഞല്ലോ. അക്കുറേറി എന്ന പ്രമുഖമായ ഒരു നഗരത്തിലാണ് ഇന്ന് രാത്രി എത്തേണ്ടത്. ഏതാണ്ട് 350 കിലോമീറ്റർ ഓടണം അവിടേക്ക്. അതിനിടയ്ക്ക് വെള്ളച്ചാട്ടങ്ങൾ, ചൂട് നീരുറവുകൾ, ഫിഷിംഗ് വില്ലേജുകൾ എന്നിവയെല്ലാം കണ്ടുവേണം പോകാൻ. ഒരിടത്ത് ലഞ്ച് കഴിക്കാൻ നിർത്തണം. പീറ്റർ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാത്രക്കിടയിൽ ചിലയിടത്ത് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടേണ്ടി വരുമെന്നും മറ്റും. ചിലയിടത്ത് മഞ്ഞുവീഴ്ച കൂടുതലുണ്ടാവും. അവിടെ സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യം പ്രത്യേകം ഓർക്കണമെന്ന് പറഞ്ഞു പീറ്റർ. ഇതെല്ലാം ബൊർഗാർനസിന്റെ ഭാഗങ്ങളാണ്. ഒരു കുടുംബത്തിന്റെ ഫാമും പരിസരങ്ങളും ഒരു പട്ടണമായി വളർന്ന കഥയാണ് ബൊർഗാർനസിന്റേത്. എയിൽ സ്കാള ഗ്രിംസൺ എന്നയാളാണ് 11-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു ഫാം സ്ഥാപിച്ചതെന്നാണ് ചരിത്രം. വൈക്കിംഗ് കാലത്തെ ഒരു യോദ്ധാവും കവിയുമായിരുന്നു എയിൽ. കാലക്രമത്തിൽ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഇവിടെയെല്ലാം വ്യാപിച്ചു. 15-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഒരു കുടുംബത്തിന്റെ മാത്രം ഗ്രാമമായി ഇവിടം വളർന്നു. 19-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് കൂടുതൽ ആളുകളെത്തി ഇതൊരു സെറ്റിൽമെന്റായി മാറിയത്. ഇപ്പോഴും ആകെ 1800 പേരേയുള്ളൂ ഈ പട്ടണത്തിൽ. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ജനങ്ങളുടെ പ്രധാന തൊഴിൽ. കൂടുതലും കാർഷിക അനുബന്ധമായ വ്യവസായങ്ങളാണ്. പിന്നെ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാനും ഫാക്ടറികളുമുണ്ട്. മാംസം സംസ്കരിച്ച് പാക്ക് ചെയ്ത് കയറ്റുമതി ചെയ്യുന്ന ഏതാനും കമ്പനികളും. ഫാക്ടറികൾ പോലുള്ള ചില സ്ഥാപനങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. വലിയൊരു ടവറും നീളൻ മതിൽക്കെട്ടുമൊക്കെ. താഴെ വാണിജ്യ സ്ഥാപനങ്ങൾ, ലോഡുമായി പോകുന്ന കണ്ടെയ്നർ ട്രക്ക്. ഐസ്ലാൻഡിൽ മരങ്ങൾ വളരുന്ന ഒരു പ്രദേശമാണ് ബൊർഗാർനസ്. എന്നാൽ കൂടുതലും തരിശുഭൂമിയാണ്. അഗ്നിപർവ്വത ലാവ ഉറഞ്ഞ സ്ഥലമാണ് പാറ പോലെ കിടക്കുന്നത്. ഇവിടെയൊന്നും കൃഷി സാധ്യമല്ലാത്തതുകൊണ്ട് പുൽമേടുകളായി ഇങ്ങനെ കിടക്കുന്നു. ഐസ്ലാൻഡിന്റെ ഭൂപ്രകൃതി പൊതുവെ ഇങ്ങനെയാണ്. വിസ്തൃതമായ പുൽമേടുകൾ. അടിയിൽ പാറയായതുകൊണ്ടാണ് മരങ്ങളൊന്നും വളരാത്തത്. മണ്ണിന്റെ ഘനം കുറഞ്ഞവരിലേറെയുള്ളൂ ഭൂമിക്ക് മുകളിൽ. കൂടുതൽ സ്ഥലത്തും 2 വരി പാതയാണ്. കാരണം അത്രയും വാഹനങ്ങളേ ഉള്ളൂ. 4 വരി 6 വരി പാതകളുടെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ ഇടവിട്ട് മാത്രമേ വാഹനങ്ങൾ കാണുന്നുള്ളൂ. വിജനമായ പാതകൾ. വൈക്കിങ്ങുകൾ രൂപപ്പെടുത്തിയ നാടാണ് ഐസ്ലാൻഡ്. യൂറോപ്പിലെ വീരശൂര പരാക്രമികളായിരുന്നു വൈക്കിംഗ് ജനത. പായ്വഞ്ചികളിലേറി ദീർഘദൂരം സഞ്ചരിച്ച് കൊള്ളയും പിടിച്ചടക്കലുമെല്ലാം നടത്തിയിരുന്നവർ. ഒരേ തരം കാഴ്ചയിലൂടെയുള്ള യാത്രയാണല്ലോ. അത് വിരസമാകാതിരിക്കാൻ ഇടയ്ക്ക് യാത്രക്കാരുടെ പാട്ടും ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കലുമെല്ലാം ഉണ്ടാവും. ഗോൾഡ് ബിസിനസ് നടത്തുന്ന തൃശൂർക്കാരനായ ജോസഫ് ചേട്ടൻ നല്ലൊരു ഗായകനും കൂടിയാണ്.
അദ്ദേഹം സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പഴയ പ്രണയഗാനങ്ങൾ പാടിക്കൊണ്ടേയിരിക്കും. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്നാട്ടുകാരനായ പീറ്ററും മലയാളം പാട്ടുകൾ ആസ്വദിക്കാൻ തുടങ്ങി. താളാത്മകമായി പീറ്റർ അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പുറത്തെ കാഴ്ചകൾ വിടാതെ ചിത്രീകരിച്ചുകൊണ്ടിരുന്നു. ചിലയിടത്ത് റിസോർട്ടുകൾ പോലെ തോന്നുന്ന ഫെസിലിറ്റികൾ, ചെറിയ ഗ്രാമങ്ങൾ, ഒരു റൊമാൻറ്റിക് ഫീൽ നൽകുന്ന കാഴ്ചകളാണ്. അടുത്ത ഗായകനെത്തി. ഇദ്ദേഹവും തൃശൂർക്കാരൻ തന്നെയാണ്, ഉണ്ണികൃഷ്ണൻ. ഗംഭീര ഗായകനാണ് ഉണ്ണികൃഷ്ണനും. പഴയ പാട്ടുകൾ പാടുന്നയാൾ. സഞ്ചാരത്തിന്റെ പല ടൂറുകളിലും പങ്കെടുത്തിട്ടുള്ളയാളാണ് ഉണ്ണികൃഷ്ണൻ. ഇങ്ങനെ ചിലർ പാട്ടുപാടും, ചിലർ ജീവിത കഥ പറയും, കൗതുകമുണർത്തുന്ന ജീവിതാനുഭവങ്ങൾ. ആ കഥകൾ കേട്ടിരിക്കുന്നത് തന്നെ രസമാണ്. അങ്ങനെയാണ് ഇത്തരം ഗ്രൂപ്പ് ടൂറുകൾ. പുതിയ പുതിയ ആളുകളെ അറിഞ്ഞും അവരുടെ അനുഭവങ്ങൾ കേട്ടുകൊണ്ടും യാത്ര ചെയ്യാം. കാഴ്ചകളിലേക്ക് പോവുകയുമാവാം. ഇതൊരു യാത്ര മാത്രമല്ല, ഒരു സോഷ്യലൈസേഷനാണ്. പ്രത്യേകിച്ചും 40-45 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളുടെ പുതിയ സൗഹൃദ കൂട്ടായ്മകൾ ഉണ്ടാവുകയുമാണ്. നമ്മുടെ സ്ഥിരം സർക്കിളിൽ നിന്ന് വിട്ട് പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാവുന്നു. അത് ഇഷ്ടപ്പെടുന്നവരാണ് ഇത്തരം ഗ്രൂപ്പ് ടൂറുകളിൽ കൂടുതലായും വരുന്നത്. തീർത്തും വിജനമായ പാതയും പരിസരങ്ങളും. ഇവിടെ ഒരു നദിയുണ്ട്. അതിന് കുറുകെയുള്ള പാലം ഒറ്റ ലൈനാണ്. 1 നൂറ്റാണ്ട് മുൻപെങ്കിലും പണിത പാലമായിരിക്കണം. ഹിറ്റ എന്ന നദിയുടെ കൈവഴിയാണിത്. ഒരു ഹിമാനി തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഹിറ്റ. നദീതീരം പിന്നിട്ടു പോകുമ്പോൾ പുൽകൃഷി നടക്കുന്ന ഇടങ്ങൾ കാണാം. ചിലയിടത്ത് പച്ചനിറം, ചിലയിടത്ത് മഞ്ഞനിറം. അപൂർവമായി ഗോതമ്പ് കൃഷിയും നടക്കുന്നുണ്ട് ഐസ്ലാൻഡിൽ. എന്നാൽ അത് വാണിജ്യ അടിസ്ഥാനത്തിലൊന്നുമല്ല. ഇന്നാട്ടിലേക്ക് ആവശ്യമായ ഗോതമ്പിന്റെ നല്ലൊരു ഭാഗവും ജർമ്മനിയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. കാലാവസ്ഥയുടെ പ്രത്യേകത മൂലം ഏത് കൃഷിയും ഇവിടെ വെല്ലുവിളി നിറഞ്ഞതാണ്. കാലിത്തീറ്റയ്ക്കുള്ള പുല്ലാണ് പ്രധാന കൃഷി. അത് തന്നെ വിന്ററിൽ സാധ്യമാവില്ല. ഭൂമിക്കടിയിൽ നിന്നുള്ള നീരാവി കൊണ്ട് അകം ചൂടാക്കി നിർത്തുന്ന ഗ്രീൻ ഹൗസുകളിൽ തക്കാളി, കുക്കുംബർ, സ്ട്രോബെറീസ് എന്നിവയൊക്കെ വിളയുന്നുണ്ട്. നഴ്സിംഗ് ജോലിക്കായി വിദേശത്തു നിന്നും ധാരാളം പേർ ഇപ്പോൾ ഐസ്ലാൻഡിൽ എത്തുന്നുണ്ട്. ഒരു ഫുൾ ടൈം നഴ്സിന്റെ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് സാലറി 3,59,000 ഐസ്ലാൻഡിക് ക്രോണയാണ്. അതായത് 2,54,000 രൂപ. ഒരു സീനിയർ സ്റ്റാഫ് നഴ്സിന് 86 ലക്ഷം രൂപ വരെ വാർഷിക ശമ്പളം ലഭിക്കുന്നുണ്ട് ഇവിടെ. നല്ല ശമ്പളവും ജീവിത സാഹചര്യവും ഉള്ളതിനാൽ ധാരാളം വിദേശികൾ ഇപ്പോൾ ഐസ്ലാൻഡിലേക്ക് കുടിയേറുന്നുണ്ട്. ഇവിടെ ഉരുളക്കിഴങ്ങ് പാടങ്ങളാണ് കാണുന്നത്. ഇതൊക്കെ സമ്മറിലെ കൃഷിയാണ്. കൂടുതൽ സ്ഥലങ്ങളിലും പുല്ലാണ് കൃഷി. അത് മൂപ്പെത്തുമ്പോൾ യന്ത്രം ഉപയോഗിച്ച് മുറിച്ചെടുത്ത് ബണ്ടിലുകളാക്കി വെക്കുന്നു. അങ്ങേയറ്റത്ത് കാണുന്നത് കർഷക ഭവനങ്ങളാണ്. ഒരു ഗ്രാമത്തിൽ 5-6 കുടുംബങ്ങളെ ഉണ്ടാവൂ. അവർ തമ്മിൽ സൗഹൃദവും സഹകരണവുമായി അങ്ങനെ ജീവിക്കുകയാണ്. ഇപ്പോൾ ഹിറ്റ നദിയുടെ സമീപത്തേക്കാണ് എത്തുന്നത്. നദിക്ക് കുറുകെ ഇവിടെ ഒരു പാലമുണ്ട്. ഇടുങ്ങിയ ഒറ്റവരി മാത്രമുള്ള പാലം. 2 വരിയുടെ ആവശ്യം ഈ രാജ്യത്തില്ല. ഞാൻ പുറത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്തും അകത്തെ പാട്ടും കഥകളും കേട്ടും മുഴുവൻ സമയവും എൻഗേജ്ഡ് ആണ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും റിലാക്സ്ഡ് ആയ ദിവസങ്ങൾ സഞ്ചാരം ഗ്രൂപ്പിനൊപ്പം യാത്ര ചെയ്ത സമയമാണ്. കാരണം എനിക്ക് വലിയ ജോലിയില്ല. ഷൂട്ടിംഗ് വളരെ രസമാണ്. സഞ്ചാരത്തിൽ തനിയെ പോയി ഷൂട്ട് ചെയ്യുന്ന അത്ര ശ്രമകരമല്ല. മറ്റൊന്നും അറിയേണ്ടതില്ല. ബസ്സിനകത്തിരുന്നാൽ മതി. ഡ്രൈവറും സഞ്ചാരം ടൂർ മാനേജരും എല്ലാം കൂടി കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും. തനിയെ പോകുന്നത് ഈ വിധമല്ലല്ലോ. ടാക്സി പിടിക്കണം, വഴി കണ്ടുപിടിക്കണം, പുറത്ത് ഭാണ്ഡവും ഉണ്ടാവും. ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഞാൻ സുഖിമാനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. സമ്മർ അവധിക്കാലത്ത് USA, സ്കാൻഡിനേവിയ ആൻഡ് ബാൾട്ടിക്, ജപ്പാൻ ആൻഡ് കൊറിയ, ചൈന ആൻഡ് മംഗോളിയ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഫോൺ 7591966600.
മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കൃഷിയിടങ്ങൾ, അവിടേക്ക് കർഷകർ വന്ന ചില വാഹനങ്ങൾ, ദൂരെ മലനിരകൾ. ഇവിടെയും പുല്ല് തന്നെയാണ് പ്രധാന കൃഷി. ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചില കെട്ടിടങ്ങൾ. വീണ്ടും നദിയുടെ അടുത്തേക്കെത്തുന്നു. ഹ്യുറ്റ നദി തന്നെയാണ്. വളഞ്ഞുപുളഞ്ഞൊഴുകുന്ന നദിയാണ് ഹ്യുറ്റ. ഹിമാനിയിൽ നിന്നും അഗ്നിപർവ്വത ക്രേറ്ററിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഇവിടെ കൂടുതലും. കർഷക ഭവനങ്ങളാണ് ഇതെല്ലാം. കർഷകരുടെ വീടുകളോട് ചേർന്ന് തന്നെ പുല്ല് സംസ്കരിച്ച് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിനുള്ള ഗോഡൌണുകളും വാഹനങ്ങളും കാണാം. ഇവിടെ നിന്നും ഞങ്ങൾ ദെയിൽദാർ തുംഗുഹർ എന്ന ചൂട് നീരുറവ കാണാൻ പോവുകയാണ്. അതിനടുത്ത പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് യാത്ര പുറപ്പെട്ട ബൊർഗാർനസ് എന്ന നഗരത്തിൽ നിന്നും 34 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. മെയിൻ റോഡിൽ നിന്നും തിരിഞ്ഞ് ചൂട് നീരുറവയുള്ള സ്ഥലത്തേക്കുള്ള പാതയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങു ദൂരെ ചെറുമരങ്ങൾ വളർന്നു നിൽക്കുന്നിടത്തു നിന്ന് നീരാവി ഉയരുന്നത് കാണാം. അവിടേക്കാണ് എത്തേണ്ടത്. കുറച്ചു ദൂരം കൂടി ഓടി ബസ് വലിയൊരു പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി. ഈ സമയത്ത് ഇവിടെ വേറെ അധികം ടൂറിസ്റ്റുകൾ എത്തിയിട്ടില്ല. നേരം 9 മണി ആയിട്ടേ ഉള്ളൂ. ബസ്സിൽ നിന്നും ഇറങ്ങി. നല്ല തണുപ്പുണ്ട്. ഇവിടെ ഒരു കറുത്ത ശ്വാനൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. സന്ദർശകരെ സ്വീകരിക്കുന്നത് അവനാണ്. മുന്നോട്ട് നോക്കുമ്പോൾ ഒരു പ്രദേശം മുഴുവൻ ആവി പൊങ്ങുന്നതാണ് കാഴ്ച. അതിനടുത്തേക്ക് നടക്കുമ്പോൾ കുന്നിൻ മുകളിൽ ഒരു കെട്ടിടം കാണാം. ക്രൗമ എന്ന ജിയോ തെർമൽ ബാത്ത് ആൻഡ് സ്പായാണത്. റെസ്റ്റോറന്റുമുണ്ട് അവിടെ. അവിടേക്ക് പിന്നീടൊന്നു പോകാം. നീളത്തിൽ ഒരു വേലി പണിത് വെച്ചിരിക്കുന്നു. ഇവിടേക്കെത്തുമ്പോൾ അന്തരീക്ഷത്തിൽ അത്യാവശ്യം ചൂടുണ്ട്. യൂറോപ്പിലെ തന്നെ ഒരു അത്ഭുതമാണ് ദെയിൽദാർ തുംഗുഹർ ഹോട്ട് സ്പ്രിങ്സ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ഉഷ്ണജല പ്രവാഹവും ഇതാണ്. 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന വെള്ളം. അത് ഒരു സെക്കൻഡിൽ 180 ലിറ്റർ എന്ന കണക്കിൽ പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു കാഴ്ച തന്നെയാണ്. തിളച്ച വെള്ളം കനത്ത തോതിൽ ചീറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നുമാണ് ആവി പൊങ്ങിപ്പറക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സമീപവാസികൾ ഈ ജലം പാചകത്തിനും അലക്കാനും കുളിക്കാനുമൊക്കെ ഉപയോഗിച്ചിരുന്നു. 100 ഡിഗ്രി സെൽഷ്യസാണ് വെള്ളത്തിന്റെ താപനിലയെന്നും സൂക്ഷിക്കണമെന്നുമുള്ള മുന്നറിയിപ്പ് ബോർഡുണ്ട് ഇവിടെ. ഐസ്ലാൻഡിന്റെ നാച്ചുറൽ ഹെറിറ്റേജ് രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തിയ പ്രകൃതിയാത്ഭുതമാണ് ദെയിൽദാർ തുംഗുഹർ ഹോട്ട് സ്പ്രിങ്സ്. ഇവിടെ നിന്നുള്ള ചൂടുവെള്ളം 2 പട്ടണങ്ങളിൽ വീടുകൾ ചൂടാക്കുന്നതിനായി എത്തുന്നുണ്ട്. അതിലൊന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി താമസിച്ച ബൊർഗാർനസ് പട്ടണമാണ്. 34 കിലോമീറ്റർ കുഴലിലൂടെ സഞ്ചരിച്ചാണ് വെള്ളം അവിടെ എത്തുന്നത്. മറ്റൊന്ന് ഇവിടെ നിന്നും 64 കിലോമീറ്റർ അകലെയുള്ള അക്രാനസ് പട്ടണമാണ്. 1925 മുതൽ ഇവിടെ നിന്നുള്ള ചൂടുവെള്ളം വീടുകൾ ചൂടാക്കുന്നതിനായി ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തു തന്നെ ചൂടുവെള്ളം കൊണ്ടുപോകുന്ന ഏറ്റവും നീളമുള്ള കുഴൽ ഇവിടെ നിന്നും അക്രാനസ് പട്ടണത്തിലേക്കുള്ളതാണ്. ഈ ജലത്തിന്റെ ചൂട് അവിടെ എത്തുമ്പോഴേക്കും 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 85 ഡിഗ്രി സെൽഷ്യസായി താണിരിക്കും. തിളച്ച വെള്ളം വീണ് ചിലർക്കൊക്കെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഇതുവരെ വലിയ അപകടമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഐസ്ലാൻഡിലെ മറ്റു ചില ഹോട്ട് സ്പ്രിങ്ങുകളിൽ നിന്ന് ആളുകൾക്ക് ഗുരുതരമായ പൊള്ളലേറ്റ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീരാവിയോടൊപ്പം ചീറ്റിത്തെറിക്കുന്ന തിളച്ച വെള്ളം ശരീരത്തിൽ വീണാണത്. ഗ്രൂപ്പിലുള്ള ആളുകൾ ചൂട് നീരുറവയെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുത്തു കൂട്ടുന്നു. ഇത്തരം സ്ഥലങ്ങളിൽ ഗ്രൂപ്പിനൊപ്പം വരുമ്പോൾ എനിക്ക് ചില കൗതുകങ്ങളുണ്ട്. എത്ര സെൽഫി എടുത്തു കൂട്ടുമെന്നതാണ് പലരുടെയും ടാർഗറ്റ്. അവരുടെ സെൽഫി ഭ്രമം ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ചൂട് നീരുറവയുള്ള ഭൂമിയുടെ വിള്ളലിന്റെ വക്കിൽ ശക്തമായ വേലിക്കെട്ടാണ് പണിതുവച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ന് ഏറ്റവും ആദ്യമെത്തിയിരിക്കുന്ന ടൂർ സംഘം ഞങ്ങളാണ്.
നടന്ന് മുകളിൽ ജിയോ തെർമൽ ബാത്തും സ്പായും എല്ലാമുള്ള കെട്ടിടം വരെ ഒന്ന് പോകാമെന്ന് തീരുമാനിച്ചു. കല്ല് വിരിച്ചുണ്ടാക്കിയ മനോഹരമായ വഴി, ശാന്തസുന്ദരമായ പരിസരം, ചെറിയൊരു റിസോർട്ടും റെസ്റ്റോറന്റും ചേർന്ന സ്ഥാപനമാണ്. കുറച്ചു ചെന്നപ്പോഴാണ് സ്പാ തുറന്നിട്ടില്ലെന്നറിഞ്ഞത്. തിരികെ പോകാം. ഞാൻ പോകുന്നത് കണ്ട് സുഹൃത്തുക്കളും വന്നു. ഞങ്ങളെത്തിയത് അല്പം നേരത്തെ ആയിപ്പോയി. ഹോട്ട് സ്പ്രിങ്സിൽ നിന്നെത്തുന്ന 100 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ജലം അല്പം തണുപ്പിച്ച് ആളുകൾക്ക് മുങ്ങിക്കിടക്കാവുന്ന നിലയിലാക്കിയ പല പൂളുകൾ അവിടെയുണ്ട്. പിന്നെ 5 ഡിഗ്രി സെൽഷ്യസ് മാത്രം ചൂടുള്ള വെള്ളത്തിന്റെ ഒരു കോൾഡ് ടബും. ഞാൻ തിരികെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്കെത്തി. ഇവിടെ ഒരു കെട്ടിടം കാണാം. രസകരമായ രൂപമുള്ള ഒരു കെട്ടിടം. ഇതൊരു പമ്പിംഗ് സ്റ്റേഷനാണ്. ചൂട് നീരുറവയിൽ നിന്നുള്ള ജലം പട്ടണങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്ന സ്റ്റേഷൻ. നേരെ മുന്നിൽ കാണുന്നത് ഒരു കോഫി ഷോപ്പാണ്. അവിടെ പോയി നല്ലൊരു ചൂട് കാപ്പി കുടിക്കാമെന്ന് തീരുമാനിച്ചു. നമ്മുടെ സുഹൃത്തുക്കൾ അവിടെയുണ്ട്. ഞങ്ങളെ സ്വീകരിച്ച ശ്വാനൻ ഇതിലെയെല്ലാം കറങ്ങി നടപ്പുണ്ട്. ഒരു ഭാഗത്ത് ഒരു തട്ടിൽ കുറച്ചു പഴങ്ങൾ ഇരിക്കുന്നു. ഈ പരിസരത്തെ കർഷകർ കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ്. തക്കാളിയും നാരങ്ങയുമൊക്കെയുണ്ട്. ചെറിയ ഒരു തരം തക്കാളിയും. ഇതിന്റെ വില ഇവിടെ വെച്ചിട്ട് ആവശ്യക്കാർക്ക് എടുത്തുകൊണ്ടു പോകാം. ഇതാണ് കോഫി ഷോപ്പ്. ശുനകൻ ഞങ്ങൾക്ക് മുൻപിൽ പല അഭ്യാസങ്ങളും കാണിച്ച് ഓടി നടക്കുന്നു. അവിടെ ടൊമാറ്റോ സൂപ്പ് റെഡിയാണെന്ന ബോർഡുണ്ട്. പിന്നെ ബർഗർ തുടങ്ങി പല വിഭവങ്ങളുമുണ്ട്. ഞങ്ങളെല്ലാവരും ഓരോ കാപ്പി കുടിച്ചു. ഇതൊരു ടേക്ക് അവേ കോഫി ഷോപ്പാണ്. അകത്ത് കയറി ഇരിക്കാനൊന്നും പറ്റില്ല. പുറത്ത് ഏതാനും ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. മരം കൊണ്ട് പണിത ഒരു കെട്ടിടം. 60 വയസ്സ് തോന്നുന്ന ഒരാളാണ് കാപ്പിക്കട നടത്തുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾ തന്നെയാണ് ഈ നിൽക്കുന്നത്. പുള്ളി തലയിൽ ഷോളിട്ട് രഹസ്യമായി ഒരു കാപ്പി കുടിക്കുകയാണ്. ഇവിടുത്തെ ഇരിപ്പിടങ്ങളുടെ ഡിസൈൻ എന്നെ ശരിക്കും ആകർഷിച്ചു. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന തരത്തിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ. പരുക്കൻ രൂപമാണ്, എന്നാൽ കലാപരമായി അതൊരുക്കി വെച്ചിരിക്കുന്നു. അവിടെ നിന്നും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് താപനില. ഇനി ഈ വഴി പോയി ഹൈവേയിലേക്ക് എത്തണം. അടുത്തതായി ഒരു വെള്ളച്ചാട്ടം കാണണം. അതിനുവേണ്ടിയാണ് പോകുന്നത്. അത്തരത്തിലുള്ള പല പല കാഴ്ചകളുണ്ട്. ഇനി യാത്ര തുടരുമ്പോൾ അങ്ങകലെ ചൂട് നീരുറവയിൽ നിന്നും നീരാവി പൊങ്ങിപ്പറക്കുന്നത് കാണാം. അതിനപ്പുറം കൃഷിയിടങ്ങളാണ്. പുൽകൃഷി നടക്കുന്ന മേടുകൾ. അതങ്ങനെ പല നിറങ്ങളിൽ കാണാം. ബസ് ഹൈവേയിലേക്കെത്തി. വലത്തേക്ക് പോയാൽ റേക്യാവിക്കിലെത്തും. ഇവിടെയും പലയിടത്തും ഫാം ഹൗസുകൾ കാണാം. മുന്നിൽ അക്കാണുന്നതെല്ലാം അതാണ്. മിക്കതിനും വാച്ച് ടവർ പോലുള്ള ഒരു സംവിധാനമുണ്ട്. മേടുകളിൽ കുതിരകൾ മേയുന്നു. പുല്ലിന്റെ ബണ്ടിലുകൾ മിക്ക കെട്ടിടത്തിന്റെയും മുറ്റത്തുണ്ട്. ഇത് ഉരുളക്കിഴങ്ങ് പാടമാണ്. ഇവിടുത്തെ കർഷകർക്ക് ഒരു വർഷത്തിൽ കൃത്യമായ റൊട്ടീനുണ്ട്. ഏത് സമയത്തും എന്തെങ്കിലും കൃഷി ചെയ്തുകൊണ്ടിരിക്കാവുന്ന നാടല്ല ഐസ്ലാൻഡ്. വേനൽ മാസങ്ങളിൽ മാത്രമേ ഇവർക്ക് കൃഷിപ്പണികളിൽ ഏർപ്പെടാനാവൂ. വേനൽ തുടങ്ങുമ്പോൾ വിളവിറക്കുകയും വിന്ററിന് മുൻപ് വിളവെടുക്കുകയും ചെയ്യുന്ന കൃഷികൾ മാത്രം. എന്നാൽ ശൈത്യകാലത്ത് കർഷകർ വെറുതെ ഇരിക്കുകയാണെന്ന് കരുതരുത്. അപ്പോഴാണ് അവർക്ക് കൂടുതൽ അധ്വാനമുള്ളത്. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് വിന്റർ. അക്കാലത്ത് പശു, ആട്, കുതിര എന്നിവയെ എല്ലാം കൂട്ടിനകത്ത് പരിപാലിക്കണം. ബണ്ടിലുകളായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പുല്ലെല്ലാം വിന്റർ അവസാനിക്കാറാവുമ്പോഴേക്കും തീർന്നിരിക്കും. ഏതാണ്ട് 7 മാസക്കാലം കന്നുകാലികളെ കൂട്ടിലിട്ട് തണുപ്പേൽക്കാതെ പരിപാലിക്കുക എന്നത് ഒരു ജോലി തന്നെയാണ്. വിന്ററിനെ തുടർന്നെത്തുന്ന സ്പ്രിംഗ് അഥവാ വസന്തകാലത്തെ ഇവിടുത്തെ കർഷകർ ലാമ്പിംഗ് സീസൺ എന്നാണ് പറയുക. ഏപ്രിൽ പകുതി മുതൽ ജൂൺ വരെയുള്ള കാലമാണത്. ആടിനും കന്നുകാലികൾക്കുമെല്ലാം കുഞ്ഞുങ്ങൾ പിറക്കുന്ന കാലം ഈ മാസങ്ങളിലേക്ക് ക്രമപ്പെടുത്തുന്നു. ആ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന കാലമാണത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമ്മറിൽ കാലികളെ വളർത്തുന്ന കർഷകർ സംഘമായി തങ്ങളുടെ ആടുമാടുകളുമായി മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകും.
മറ്റു കർഷകർ പുല്ലും പച്ചക്കറികളുമൊക്കെ കൃഷി ചെയ്യുന്ന തിരക്കിലാവും അപ്പോൾ. കാർഷിക രംഗം യന്ത്രവൽകൃതമാകയാൽ മിക്ക കർഷകരും സ്വന്തമായാണ് കൃഷിപ്പണികൾ ചെയ്യുക. ഇടതുവശത്ത് ഈ പച്ചനിറത്തിൽ കാണുന്നത് പുല്ലാണെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ളത് വിളഞ്ഞ ഗോതമ്പാണ്. ഗോതമ്പ് വയലുകളിൽ കൊയ്ത്തിന് സമയമായിരിക്കുന്നു. ഈ രാജ്യത്തിന് ആവശ്യമായ ഗോതമ്പിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഇവിടെ കൃഷി ചെയ്യുന്നുള്ളൂ. ജർമ്മനിയിൽ നിന്നാണ് മിക്ക ഭക്ഷ്യധാന്യങ്ങളും ഐസ്ലാൻഡിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. ശൈത്യകാലത്ത് ഇവിടമെല്ലാം മഞ്ഞിനാൽ മൂടിക്കിടക്കും. അപ്പോൾ കന്നുകാലികളെയും ആടുകളെയും പുറത്തിറക്കാനാവില്ല. ആ മാസങ്ങളിലേക്കുള്ള പുൽബണ്ടിലുകൾ നേരത്തെ തന്നെ ഇവർ സംഭരിച്ചു വെക്കും. ആവശ്യം വർദ്ധിക്കുന്നതിനാൽ പുൽകൃഷി കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. എവിടെയും കാണുന്നത് അടുക്കി വെച്ച പുൽബണ്ടിലുകൾ തന്നെ. ബസ് ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. വലിയൊരു പാർക്കിംഗ് യാർഡ്. ഇത് കുറച്ചുകൂടി സജീവമായൊരു ടൂറിസം കേന്ദ്രമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ഐസ്ലാൻഡിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വെള്ളച്ചാട്ടം കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വണ്ടി നിർത്തിയപ്പോൾ പുറത്ത് നല്ല തണുപ്പുണ്ടെന്ന് പീറ്റർ പറഞ്ഞു. അതുകൊണ്ട് സ്വെറ്ററും ജാക്കറ്റും ഒക്കെ ഇട്ട് വേണം പോകാൻ. ഞങ്ങൾ അവിടെ ഇറങ്ങി. ക്രൗൺ ഫോസർ, ബെർണാഫോസ് എന്നിങ്ങനെ 2 വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെയുള്ളത്. അത് കാണണം. അതിനായി ഞങ്ങൾ നടന്നു.